എല്ലാ ഗുരുഭക്തർക്കും നമസ്കാരം. ഞാൻ ചെറുപ്പം മുതലേ ഗുരുവിൻ്റെ പ്രസംഗങ്ങളും നിരവധി ഗുരുദേവ പ്രസ്ഥാനങ്ങളിലും നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗുരുഭക്തനാണ്. അപ്പോൾ ഈയിടെ അടുത്ത ഗുരുവിൻ്റെ സമാധി 100 വർഷം തികയുന്ന 1928 മഹാസമാധി പ്രാപിച്ച ഗുരുവിൻ്റെ 100-ാം വർഷം തികയുന്നത് 2028 ഇനിയിപ്പം വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ലോകം മുഴുവൻ ഗുരുദേവ ഭക്തരുടെ കൂട്ടായ്മകൾ നിരന്തരമായിട്ട് വരികയും ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ വത്തിക്കാനിൽ കത്തോലിക്ക വിഭാഗങ്ങളുടെ ആരാധന പുരുഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പായെ സന്ദർശിച്ച് ലോകം മുഴുവൻ വലിയ വാർത്തയായതാണ്. അതുപോലെ തന്നെ UK-യിലും ആസ്ട്രേലിയൻ പാർലമെൻറ്റിലും ശിവഗിരി സ്വാമിമാരുടെ നേതൃത്വത്തിൽ പോയി അവിടെ പ്രാർത്ഥന നടത്തുകയും ഇതെല്ലാം ഈ മഹാഗുരുവിൻ്റെ ശതാബ്ദി പ്രമാണിച്ചുള്ള ലോകം എമ്പാടുമുള്ള ഗുരുദേവ ഭക്തന്മാരുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്, അതിൻ്റെ തുടക്കമാണ്. നമുക്കെല്ലാം അറിയാം, ശ്രീനാരായണ ഗുരുവാണ് കേരളത്തിലെ സാമൂഹ്യ വിപ്ലവത്തിന് തിരകൊളുത്തിയത്. അരുവിപ്പുറം പ്രതിഷ്ഠ നമുക്കറിയാം, ഒരു ഗർഭസ്ഥ ശിശുവിനെ പോലും ഞെട്ടി ഉറപ്പിച്ച വലിയൊരു സാമൂഹ്യ വിപ്ലവത്തിൻ്റെ തിരികൊളുത്തുകയാണ് അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെ ഗുരു ചെയ്തത്. അപ്പം അത് കഴിഞ്ഞ് ഗുരു ഈ പ്രതിഷ്ഠയ്ക്ക് ഇറങ്ങിയത് തന്നെ ശരിക്കും ബ്രഹ്മസാക്ഷാത്കാരം നേടി ഭഗവാനായി ദൈവം ആയി മാറിയതിന് ശേഷമാണെന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. മരുത്വമലയിലെ തീവ്രമായ 5 വർഷത്തോളം ഉള്ള തീവ്രമായ തപസ്സിന് ശേഷം ഗുരു അരുവിപ്പുറത്തേക്ക് താഴോട്ട് ഇറങ്ങിയായിരുന്നു. ഒരു അവതാര പുരുഷനെ പോലെ, അവതാരം എന്ന് പറഞ്ഞാൽ തന്നെ താഴോട്ട് വരികയാണ്. അങ്ങനെയാണ് അരുവിപ്പുറത്തേക്ക് വന്നത്. കൊടിയൂക്കുമലയിലും തീവ്രമായ തപസ്സും ചെയ്ത് കഴിഞ്ഞാണ് ഗുരു ഈ പ്രതിഷ്ഠ നടത്തിയത്. അതിന് ശേഷമാണ് 1904 മഹാഗുരു ശിവഗിരിയിലേക്ക് വരികയും ശിവഗിരി ആധ്യാത്മിക തലസ്ഥാനമായി ഗുരു മാറ്റുകയും ചെയ്തത്. അങ്ങനെ ഏറ്റവും പവിത്രമായ വൈശിഷ്ട്യമാർന്ന ഈ സ്ഥലത്തേക്ക് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ആദ്യമായിട്ട് നൊബേൽ സമ്മാനം നേടിയ, ഇന്ത്യയിലെ ആദ്യമായിട്ട് നൊബേൽ സമ്മാനം നേടിയ ജനഗണമന രചിച്ച മഹാനായ ലോകം മുഴുവൻ അറിയപ്പെടുന്ന രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരിയിലേക്ക് വന്ന ഗുരുവിനെ കണ്ടതിനെക്കുറിച്ചാണ് എനിക്ക് ഈ യൂട്യൂബ് പ്രഭാഷണം, നിരന്തരമായി ഈ ഒരു യൂട്യൂബ് പ്രഭാഷണത്തിൻ്റെ തുടക്കമാണെന്ന് നടത്തുന്നത്. ആദ്യമായി ഈ വിഷയമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ചെന്താർ മങ്ങും മുഖം ഛേദന നയനയുഗം ചാരു നെറ്റിത്തടം യാനുവോളം വരും കരിയ കരാബ്ജങ്ങളും തൻ പൊൻതാരിൽ എന്ന് പറയുന്ന കുമാരനാശാൻ രചിച്ച ഒരു കാവ്യമാണിത്. അങ്ങനെയുള്ള മഹാഗുരുവിനെ കാണാൻ രവീന്ദ്രനാഥ ടാഗോർ, ലോകപ്രശസ്തനായ രവീന്ദ്രനാഥ ടാഗോർ ആദ്യത്തെ യാത്ര ഷൊർണൂരിലെത്തുകയും അന്ന് വലിയ പേമാരി ഉണ്ടായതിനെ മടങ്ങിപ്പോവുകയും ചെയ്തു. രണ്ടാമത്തെ ഇതിലാണ് ഗുരുദേവനെ 1922 നവംബർ 22 ശിവഗിരിയിൽ വെച്ച് 2 ആധ്യാത്മിക ഗുരുക്കളുടെ മഹാസംഗമം എന്ന നിലയിൽ അന്ന് ദർശിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അന്ന് ശിവഗിരി സന്ദർശിച്ച അവസരത്തിൽ തന്നെ ആയിരക്കണക്കിന് ഗുരുദേവ ഭക്തന്മാരാണ് ഗുരുവിന് ചുറ്റും ഈ ദിവ്യ ദർശനം 2 മഹാത്മാക്കളുടെ സമാഗമം ദർശിക്കാനായിട്ട് കൂടിയത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ മഹാഗുരുക്കന്മാരുടെ തമ്മിലുള്ള സംഭാഷണവും ആശയവിനിമയവും എൻ കുമാരൻ എന്ന് പറയുന്ന മഹാനായ ഒരു വ്യക്തിയാണെന്ന് അത് തർജ്ജമ ചെയ്തത്. ഇത് കേൾക്കാനും ഈ മഹാപുരുഷന്മാരെ കാണാനും നിർവൃതി നേടാനും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ
ശിവഗിരിയിൽ എത്തുകയുണ്ടായി. മലയാളത്തിലെ മഹാകാവ്യം എഴുതാതെ മഹാകവിയായ കുമാര കവിയുടെ നേതൃത്വത്തിൽ പല്ലക്കിൽ സ്വീകരിച്ചുകൊണ്ട് വൈദിക മഠത്തിലേക്ക് വരികയായിരുന്നു. ഈ സമയം ധ്യാനനിരതനായി മഹാഗുരു വൈദിക മഠത്തിൽ ഇരിക്കുകയായിരുന്നു. എല്ലാവരും ആശങ്കയായി ഗുരുവിനെ എങ്ങനെ വിളിക്കും എന്നുള്ളത്. എന്നാൽ മഹാനായ രവീന്ദ്രനാഥ ടാഗോർ വൈദിക മഠത്തിൻ്റെ ആ സ്റ്റെപ്പ് കയറിയ ഉടനെ അതേ സമയം തന്നെ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ എതിരെ ഇറങ്ങി വരികയും അപ്പോൾ ഗുരുവിനെ കണ്ട മാത്രമേ തന്നെ ആത്മീയ ചൈതന്യം തുളുമ്പുന്ന ആ യോഗ നയനം കണ്ട് ആശ്ചര്യപ്പെട്ടുകൊണ്ട് രവീന്ദ്രനാഥ ടാഗോറിനോടൊപ്പം CF ആൻഡ്രൂസും വന്നിരുന്നു. ഗുരുവും ടാഗോറുമായി സംഭാഷണം നടത്തുകയും സംഭാഷണം കണ്ടു പിരിയുന്നതിന് മുമ്പ് അവിടുത്തെ ശിവഗിരിയിലെ ഡയറിയിൽ ദൈവതുല്യനായ മഹാഗുരുവിനെക്കുറിച്ച് വലിയ കാര്യങ്ങളാണ് എഴുതി ചേർത്തത്. ഞാൻ ലോകത്തെമ്പാടും സഞ്ചരിക്കുകയും ഒരുപാട് ആധ്യാത്മിക ഗുരുക്കന്മാരെ നേരിട്ട് കാണുകയും ചെയ്തെങ്കിലും ഇത്രയും തന്നെ ആത്മീയ ചൈതന്യം തുളുമ്പുന്ന യോഗ നയനങ്ങളോട് കൂടിയ ഒരു ഋഷിവര്യനെ, മഹത്തായ ഒരു ഋഷിവര്യനെ ഞാൻ ശ്രീനാരായണ ഗുരുവിനെ ആദ്യമായിട്ടാണ് ദർശിക്കുന്നതെന്നുള്ള മഹാകവി ടാഗോറിൻ്റെ ആ അഭിപ്രായം ലോകം മുഴുവൻ പ്രചാരം നേടിയാണ്. ഇതിന് പ്രത്യേകം തന്നെ ഒരു അർത്ഥമുണ്ട്. മഹാകവി ടാഗോർ ബംഗാളിൽ നിന്ന് വരുന്ന അത് വിവേകാനന്ദൻ്റെയും ശ്രീരാമകൃഷ്ണൻ്റെയും ഒക്കെ നാട്ടിൽ നിന്നാണ് വന്നത്. അപ്പോൾ ലോകം മുഴുവൻ സഞ്ചരിച്ച മഹാകവി ഇത്രയും ആധ്യാത്മിക ചൈതന്യം തുളുമ്പുന്ന യോഗ നയനങ്ങളുള്ള ഒരു മഹാഗുരുവിനെ, ഒരു ഋഷിവര്യനെ കണ്ടിട്ടില്ലെന്നുള്ളത് ഏറ്റവും പ്രസക്തമായി നമുക്ക് പറയേണ്ട കാര്യമാണ്. അന്നത്തെ 25,000 രൂപ എന്ന് പറയുന്ന വലിയൊരു തുകയാണ്. ആ തുക ഇവിടെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയുണ്ടായി. അങ്ങനെ വളരെ സുസ്മേരവതനായി മഹാഗുരുവിൻ്റെ കൈകൾ ചേർത്ത് കൂപ്പി നമസ്കരിച്ചിട്ടാണ് മഹാകവി ഇന്ത്യയിലെ തന്നെ ലോകപ്രശസ്തനായ രവീന്ദ്രനാഥ ടാഗോർ അവിടുന്ന് യാത്രയായത്.